കാണാമോ? ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാതൃഭൂമി ഓൺലൈൻ. യെസ്, മെസ്സേജസ് വന്ന് തുടങ്ങാറായി. ഹലോ അനു. യെസ് ദിലീപ്, എല്ലാവരും ഹായ് പറഞ്ഞു തുടങ്ങി. ഓക്കെ, ഇത് പടത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കുറച്ചു നേരം ആ വിശേഷങ്ങൾ പറയാം. നമ്മുടെ ഫസ്റ്റ് സിനിമയാണ് റിലീസ് ചെയ്യുന്നത്. അതെ, കേരളത്തിലെ ഫസ്റ്റ് സിനിമയാണ്. അതെ, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അതെ, ഭയങ്കര പ്രതീക്ഷകളുണ്ടാവും. ഒരു സ്റ്റാർ കിഡ് ആണ്, അതെ, കുറെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. എന്താ കാളിദാസിന്റെ പ്രതീക്ഷ എന്താ? ശരിക്കും നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്താ പറയുക, അതെനിക്ക് അവർക്ക് നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിന് മാക്സിമം നമ്മൾ ജസ്റ്റിസ് ചെയ്യുക ആൻഡ് നല്ല സിനിമകൾ ചൂസ് ചെയ്യുക. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുന്നു നല്ല സിനിമകൾ ചെയ്യാൻ. അതെ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ മൂവിയാണ്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പടമൊന്നുമല്ല. പോയി ഒരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു സിനിമയാണ്. മീൻ കുഴമ്പും മൺപാനയും. യെസ്, ഇതിനകത്ത് കമൽഹാസൻ അഭിനയിച്ചിട്ടുണ്ട്. യെസ്, വലിയൊരു താരനിര പ്രഭു ഉണ്ട്. യെസ്, അവരുടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ശരിക്കും കമൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്ത എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ. സാറിൻ്റെ കൂടെ നമ്മളൊരു സിനിമയിൽ ആക്ട് ചെയ്തെന്ന് പറയുന്നത് ഏതൊരു ആക്ടറിനെയും സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിൽ കൂടുതൽ എന്താ പറയാന്ന് അറിയില്ല. ആൻഡ് പ്രഭു സാറായാലും എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. പക്ഷെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോയി. അങ്കിൾ തന്നെ ഭയങ്കര കംഫർട്ടബിളായി, നന്നായി നമുക്കൊക്കെ കുറേ പഠിപ്പിച്ചു തന്നു മൂവിയെ പറ്റിയൊക്കെ. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ജയറാമേട്ടൻ ഭയങ്കര ഫേമസ് ആണ്. ഈ ചേട്ടനാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്. തമിഴിൽ മാത്രമല്ല, മലയാളത്തിലും തമിഴിലും ഒക്കെ ജയറാമേട്ടൻ ഭയങ്കര ഫേമസ് ആണ്. ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുമ്പോൾ ജയറാമേട്ടന്റെ മകൻ എന്നൊരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് എന്തൊക്കെ കൺസിഡറേഷൻ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആരായാലും നിൽക്കാൻ പറ്റുള്ളൂ. മീൻ നമുക്ക് എന്ത് തന്നെ പൈസ ഉണ്ടെങ്കിലും ആരുടെയൊക്കെ മോനായാലും കുട്ടികളായാലും നമുക്ക് ടാലൻറ്റും നമുക്ക് അതിനുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആൾക്കാർക്ക് ഇഷ്ടമാവും എന്ന് തോന്നുന്നു. നോക്കാം. പടം November 11 റിലീസ്. കേരളത്തിൽ ഒരു വൈഡ് റിലീസ് ഉണ്ടല്ലോ സിനിമ? ഉണ്ട്. ആൻഡോ ചേട്ടനാണ്, ആൻഡോ ജോസഫാണ് പടം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു 70-75 തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യും. പടം ഫസ്റ്റ് ഡേ കാണാൻ ഇവിടെ ഉണ്ടാവോ അതോ ചെന്നൈയിൽ? ഇല്ല, ഞാൻ ചെന്നൈയിലായിരിക്കും പടത്തിന്റെ റിലീസിന്. ഇവിടുത്തെ ഷൂട്ടപ്പം ഇവിടെ പൂമരം, ഷൈൻ ചേട്ടന്റെ പൂമരം ഷൂട്ടാണ്. അതിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ചെന്നൈയിലേക്ക്. അപ്പോൾ ഷൂട്ട് നന്നായി പോകുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. പടം ഇങ്ങനെ എന്താ പറയുക, ഞാൻ ആ പടത്തിൻ്റെ ഒരു ത്രില്ലിലാണ്. ശരിക്കും പൂമരത്തിൻ്റെ ഒരു ത്രില്ലിലാണ്. നിങ്ങൾക്കും ഇഷ്ടമാവും തോന്നുന്നു. വാട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് വിത്ത് എബ്രിഡ് ഷൈൻ? യെസ്, അതാണിപ്പോൾ പറഞ്ഞോണ്ടത്. യെസ്, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അതെ. സോ നമുക്ക് ഒന്ന് ഈ നിങ്ങളുടെ റോളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. റഷിലാണല്ലോ. എൻ്റെ ക്യാരക്ടർ കാർത്തിക് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു സാധാരണ ഈ ജനറേഷനിലുള്ള ഒരു പയ്യൻ്റെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഭയങ്കര ഒരു ഹോംവർക്കോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. നന്നായി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഇൻ്റർവെല്ലിലൊരു ചേഞ്ച് വരും. അതാണ് ഈ മെയിൻ ട്വിസ്റ്റ് എന്ന് പറയാം ഈ പടത്തിൻ്റെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അത് കാളിദാസ് ആയിരുന്നു. കാളിദാസ് വളരെ റഷിലാണ്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ലൈവ് സെഷൻ. താങ്ക് യു ഓൾ. ബൈ. ഓൾ ദി ബെസ്റ്റ് കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ് റിപ്ലൈ കണ്ണ. ഹലോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത പോലെ
ഈ സിനിമയും കാണണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത സിനിമകളിലൊക്കെ അത് മാക്സിമം എൻ്റെ വർക്ക് നന്നാക്കാൻ നോക്കും. പൂമരം ഏത് ടൈപ്പ് മൂവിയാണ്? ക്യാമ്പസ് മൂവിയാണ്. ആൻഡ് എന്താ പറയുക, ഷൈൻ ചേട്ടൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിലാണ് ഈ പടവും ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. അപ്പോൾ പൊയ്ക്കോട്ടെ. ബൈ. താങ്ക് യു. ഫിനിഷ്ഡ്.